തറവാട്ടിൽ ഹരി വന്നിട്ടുണ്ട്. പാറുവിനോട് സീത അത്രയിടം വരെ പോവാൻ പറഞ്ഞു. അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു. ഇന്നെങ്കിലും ആ മനസ്സിൽ എന്താണെന്ന് അറിയണം. കണ്ണാടിയിൽ നോക്കി മുടി ചീകി കെട്ടി നെറ്റിയിൽ പൊട്ടുവെച്ച് തിരിഞ്ഞു മറിഞ്ഞ് നോക്കി. ഇപ്പൊ കുഴപ്പമില്ല. ഒന്നുകൂടെ കണ്ണാടിയിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങി. ഇവൾ അവിടെ പോയി ബഹളം വയ്ക്കും, ഹരിക്കത് ഇഷ്ടാവില്ല. അമ്മ അച്ഛനെ നോക്കി പറഞ്ഞു. നീ ഒന്ന് പോടി, നിന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് അച്ഛൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അച്ഛേ, ഞാൻ പോയിട്ട് വരാം. തറവാട്ടിലേക്ക് ഓടി അടുക്കള വാതിൽ വഴി അകത്തേക്ക് കയറി സീതാമ്മയെന്ന് വിളിച്ച് പുറകിൽ പോയി നിന്നു. അയ്യോ, പേടിച്ചു പോയില്ല എൻ്റെ പാറൂട്ടിയെ. സീതാമ്മ അടുക്കളയിൽ നിന്നോ തിരക്കിട്ട പണിയിലാണ്, അതുകൊണ്ട് ഞാൻ വന്നൊന്നും അറിഞ്ഞില്ല. ഇനി മോൻ വന്നോണ്ട് നമ്മളെയൊന്നും വേണ്ടല്ലോ എന്നും പറഞ്ഞ് സീതയെ ചുറ്റിപ്പിടി ചോദിച്ചു. എൻ്റെ ചുന്ദരി പാറൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഉള്ളൂ. അതിനൊന്നും അവൾ സീതമ്മയുടെ കവിളിൽ മുത്തി. ഹരിയേട്ടനെവിടെ? അവൻ മുകളിലുണ്ട്. എന്നാ ഇന്ന് കണ്ടിട്ട് വരാം. മോളെ, അവൻ പഴയ പോലൊന്നുമല്ല. അധികം ആരോടൊന്നും മിണ്ടുന്നില്ല. എന്താണ് അവൻ്റെ കുട്ടിക്ക് പറ്റിയത്? അതൊന്നും ഉണ്ടാവില്ല സീതാമ്മേ, കുറച്ചായാലും ഇവിടുന്ന് പോയിട്ട്, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ കണ്ടിട്ട് വരാം. അതും പറഞ്ഞു പാറു മുകളിലേക്ക് പോയി. പതിയെ അടച്ചിട്ട വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഹരിയേട്ടൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽപ്പാണ്. ഞാൻ അകത്ത് കയറി ഹരിയേട്ട എന്ന് വിളിച്ചപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. വീണ്ടും പുറത്തേക്ക് നോക്കി. അവിടെന്താ, ഇയാളുടെ ആരെങ്കിലും പെറ്റിയെടുപ്പുണ്ടോ എന്നടക്കം പറഞ്ഞ് ഹരിയുടെ തൊട്ടുപുറകിൽ പോയി നിന്ന്. ഹരിയേട്ടാ എന്താ? പാർവതി ചോദിച്ച് തിരിഞ്ഞു നിന്നു. പാറു ഹരിയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. എന്താ പറ്റിയത്? എന്തിനാ എന്നെ ബ്ലോക്കാക്കിയത്? എത്ര ഞാൻ വിളിച്ചു, അച്ഛനെ നമ്പറിന്ന് ഒന്നും എടുത്തില്ലല്ലോ. എന്താ പറ്റിയത് പറ ഹരിയേട്ടാ. പാർവതിനെ ദേഷ്യം പിടിപ്പിക്കാന്ന് പോയി തരുമോ? ഇല്ല, ഞാൻ പോയില്ല. ഹരി ദേഷ്യത്തിൽ പാറുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. നിനക്ക് കാരണമല്ല അറിയേണ്ടത്. ഞാൻ മറ്റൊരാളെ പ്രണയിക്കുന്നു. അവളെല്ലാതെ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. അവളെല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റാരും ഉണ്ടാവില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ മുമ്പിൽ കണ്ടുപോലും നിന്നെ. അതും പറഞ്ഞ് പാറുവിനെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു. ഒരു പൊട്ടിക്കരച്ചിലൂടെ വീട്ടിലേക്ക് തിരിച്ചോടി. അമ്മയുടെ തുടരെ വാതിൽ മുട്ടിയുള്ള വിളി ഹരി വാതിൽ തുറന്നു. എന്തേ അമ്മേ, ഉറക്കൊന്നുമില്ലേ? ഡാ മോനെ, പാറുമോള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ എന്താണ് കാര്യം പറ. പാറുമോൾ എന്തോ കാണിച്ചു, ഹോസ്പിറ്റലാണെന്ന്. ഒരു നിമിഷം ശ്വാസം എടുക്കാൻ മറന്നിരുന്നു ഹരി. സീതാമ്മയുടെ കരച്ചിലാണ് ഹരിയെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി അമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ICUവിന്റെ മുമ്പിൽ കരഞ്ഞു നടന്നിരിപ്പാണ് പാറുവിന്റെ അച്ഛനും അമ്മയും സീതാമ്മയും. ഏട്ടാ, മോൾക്ക് എന്താ പറ്റിയത്? ഡോക്ടർ എന്ത് പറഞ്ഞു? പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് റൂമിലാക്കാന്ന്. ഹരി പാറുവിന്റെ അച്ഛന്റെ മുമ്പിൽ പോയി നിന്ന് തോളിൽ കൈവച്ച് തല ഉയർത്തി നോക്കി. തോളിൽ വെച്ച കൈയെടുത്ത് 2 കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞൊരുപാട് സ്നേഹിച്ചു പോയി. പറ്റില്ല എന്ന് പറയരുത്, അപേക്ഷയാ. അവന് സമ്മത പാറുമോളെ വിവാഹം കഴിക്കാൻ. അമ്മേ, മിണ്ടാതിരിയടാ. ഇത്രയും കാലം സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചില്ലേ? ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇല്ലെങ്കിൽ പൊന്നുമോൻ ഇനി അമ്മയെ കാണില്ല. അമ്മയെ മറന്നേക്കണം. അമ്മേ. അമ്മയാ, ഇനി ഞങ്ങൾ തീരുമാനിക്കും. ഒന്നും പറയാനാവാതെ ഹരിയുടെ മനസ്സ് നീറിപ്പോഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് 10 ദിവസമായി. ഇന്നാണ് എൻഗേജ്മെന്റ്. കുറച്ച് പേരടങ്ങുന്ന ലളിതമായ ചടങ്ങ് സമയത്ത് ഹരിയേട്ടൻ അടുത്ത് വന്നപ്പോഴും വിരലിൽ മോതിരമിട്ടപ്പോഴും ഞാൻ ആ മുഖത്തേക്ക് നോക്കിയില്ല. മോതിരമിടുമ്പോഴുള്ള പിടുത്തത്തിൽ മനസ്സിലായി എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയാണ്. ഏട്ടന് ഇഷ്ടമില്ലാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഹരിയേട്ടൻ്റെ ജീവിതം. മനസ്സ് വല്ലാതെ നീറി. 6 മാസം കഴിഞ്ഞിട്ട് വിവാഹം. 6 മാസം വളരെ പെട്ടെന്നായിരുന്നു കഴിഞ്ഞു പോയത്. പുറത്തിറങ്ങുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഹരിയെ കാണുന്നു. ഒരു തവണ ഹരിയേട്ടൻ അമ്പലത്തിൽ വെച്ച് കണ്ടു. ഹരിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പിന്നെ ഹരിയേട്ടൻ ഇഷ്ടമല്ല എന്നെ വിവാഹം കഴിക്കണ്ട. അച്ഛനെ സീതാമ്മൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. അതിന് മറുപടി ദയിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു. ഒന്നും പറയാതെ ദേഷ്യത്തിൽ പോയി. പിന്നെ ഇന്നേവരെ കണ്ടിട്ടില്ല. ഇന്നാണ് കല്യാണം. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്. ഏട്ടൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോഴും സീമന്തം ശോഭിക്കുമ്പോഴും ഞാൻ തല ഉയർത്തി നോക്കിയില്ല. കൈകൂപ്പി നിന്നു. എന്താണ് പ്രാർത്ഥിക്കേണ്ടെന്നറിയില്ല. മനസ്സ് ശൂന്യമാണ്. ഒരുപാട് ആഗ്രഹിച്ച ആളുടെ ഭാര്യയായിട്ട് വലതുകാൽ വെച്ച് കയറുകയാണ്. വൈകിട്ട് ചെറിയ റിസപ്ഷൻ വെച്ചിരുന്നു. എല്ലാം കഴിഞ്ഞൊരു പരുവമായി. രാത്രി സീതാമ്മ സെറ്റ് സാരി ഉടുപ്പിച്ച് തലയിൽ മുല്ലപ്പൂ ചൂടി തന്നു. ഒരു ഗ്ലാസ് പാലും തന്ന് ഹരിയേട്ട റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. റൂമിന്റെ മുമ്പിലെത്തിയെങ്കിലും നല്ല പേടി തോന്നി. പതിയെ റൂമിൽ കയറി വാതിലടച്ചു. ഹരിയേട്ടൻ ബാത്റൂമിലാണ്. പാല് ടേബിളിൽ വെച്ച് ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നിലാവെളിച്ചത്തിൽ ചുറ്റും കാണാനുണ്ട്. ഹരിയേട്ടൻ്റെ പ്രണയം ആരായിരിക്കും? ഞാൻ കാരണം ഹരിയേട്ടൻ സ്വന്തം പ്രണയം ഉപേക്ഷിക്കേണ്ടി വന്നു. ഓരോന്ന് ആലോചിച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. കുറ്റബോധത്താൽ മനസ്സ് നീറിപ്പുകയാണ്. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി. പെട്ടെന്ന് 2 കൈകൾ അവൾ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. അവൾ ഞെട്ടിവിറച്ചു പോയി.
സൈഡിലേക്ക് തലയിരിച്ച് നോക്കിയപ്പോൾ ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന ഹരി ഒന്നനങ്ങാൻ പോലും ആവാതെ അങ്ങനെ തന്നെ നിന്നുപോയവൾ. അവനവളുടെ കവളിൽ ചുംബിച്ചു. അവൾ കറണ്ടടിച്ച പോലെ ഞെട്ടിയവനെ നോക്കി. എന്താടി ഉണ്ടക്കണ്ണി പാറു? ഈ ഹരി ഒരു പെണ്ണിനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ, അതെൻ്റെ ഈ പാറൂട്ടിയാ. കേട്ടത് വിശ്വാസം വരാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. എനിക്കറിയാം ഈ മനസ്സിൽ എന്താണെന്ന്. ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ശരീരത്തിൽ ഒരു അതിഥി വന്നിരുന്നു. ആള് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകാൻ. അവനെ തനിച്ച് വിടാൻ വേണ്ടിയാ കുറച്ചു കാലം ഇവിടുന്ന് മാറിയിരുന്നു. ഒരുറപ്പില്ലാത്ത ജീവിതത്തിലേക്ക് നിന്നെ കൂടി സ്വീകരിക്കാൻ തോന്നിയില്ല. നിന്നെ തനിച്ചാക്കി പോവേണ്ടി വന്ന. ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ്റെ വാപ്പുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും വന്നതിന് കൂടെ എന്നും പറഞ്ഞുകൊണ്ട് മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. എന്ത് എന്നോടൊന്ന് പറയാൻ നിന്ന്? നിന്റെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാടി, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നുള്ള വാശിക്ക് നീ വേറെ വിവാഹം കഴിക്കുന്നിരുത്തി, പക്ഷെ അവിടെ എന്നെ നീ തോൽപ്പിച്ചു. ഞാനാകെ ഇല്ലാതായി പോയിടി. സോറി അരിയേട്ടാ. നിന്റെ സോറി ഒന്നും എനിക്ക് വേണ്ട. പിന്നെ എന്താ വേണ്ടതാവോ? ഒരു കള്ളച്ചിരിയോടെ എനിക്ക് വേണ്ട, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അവളെയും പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു.